ആറാട്ടണ്ണനൊക്കെ വന്നിട്ട് ചേച്ചി പ്രപ്പോസ് ചെയ്യുന്ന പേടിയുണ്ടോ? അങ്ങനെ പ്രപ്പോസൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എന്തായിരിക്കും മറുപടി? കളിയാക്കല്ലേ മോനെ, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഈ ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വരട്ടെ, എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പുള്ളിയിൽ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മണി എന്റേതാ. ഇടയ്ക്ക് ആറാട്ടണ്ണൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷെ നിനക്ക് ആള് മാറിപ്പോയതാ, എനിക്ക് ഒരാള് മാറിയിട്ടില്ല. പുള്ളി ഒരു 20 സെക്കൻഡിൽ സംസാരിക്കാറില്ല കേട്ടോ. പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? അടുത്തയാളെ വിളിക്കാണ്ടോ? എനിക്കറിയാൻ മേല. നീയാണല്ലോ കോടതി ഓടാമയില്. പക്ഷെ അതായത് എന്നെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല. പക്ഷെ അറിയാൻ വേണ്ടി ചോദിച്ചാ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളി പിന്നെയും വിളിക്കും. നിനക്ക് മീൻ അറിയാൻ പാടില്ലാത്തതിന് ഞാൻ എന്നാ ചെയ്യാനടി? ഞാൻ പിന്നെ ബ്ലോഗും ചെയ്യാൻ പോറില്ല കേട്ടോ. എനിക്ക് പാവം തോന്നാറുണ്ട്. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിദേശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പുള്ളി ഇടയ്ക്ക് വിളിച്ചിട്ട് ഹലോ അനാർക്കലി വളരെ സുന്ദരിയാണ്, വളരെ ബോൾഡാണ്, വളരെ ക്യൂട്ടും ബ്യൂട്ടിഫുൾ ഒക്കെയാണ്. എന്നാലും എന്റെ ശിവൻകുട്ടി ഇത് എന്നോട് വേണ്ടായിരുന്നു. അപ്പൊ ഓക്കെ പുള്ളി അങ്ങനെ ഫോൺ വയ്ക്കുന്നു. ഞാൻ വെക്കുന്ന എന്റെ ചാർജ് പോയി. ബാക്കി ഇനി എന്തോന്ന് കഴിഞ്ഞു. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അതങ്ങോട്ട് വിട്ടേര്. നമുക്ക് വേറൊരു ലവ് അല്ല വെള്ളി നോക്കാം.